നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ക്ലീൻ ചിറ്റ്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് വിചിത്രവാദം. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുക മാത്രമാണ് ചെയ്തത് എന്നും കള്ളക്കേസെന്നും ക്രൈംബ്രാഞ്ച്. മനീഷ് ഏഷ മാത്യു ചേർന്നു. മനീഷ്, കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി പോലും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു. അത് ശരിവെക്കുന്ന ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ക്രൈംബ്രാഞ്ചും, അല്ലേ? തീർച്ചയായും ലക്ഷ്മി, ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്നുള്ളൊരു വിചിത്രവാദമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുള്ളത്. ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇങ്ങനെയാണ്: CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, പക്ഷേ ആ ദൃശ്യങ്ങളിൽ എവിടെയും മർദ്ദനത്തിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ദൃശ്യമാധ്യമങ്ങളോട് ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതുവരെ ഒരു മാധ്യമങ്ങളും ദൃശ്യങ്ങൾ ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല. ഇക്കാരണം കൊണ്ട് തന്നെ ഗൺമാൻമാർ മർദ്ദിച്ചു എന്നുള്ളതിന് തെളിവില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ വിചിത്രവാദം. മാത്രമല്ല, കൃത്യനിർവഹണം മാത്രമാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പരാതിയിൽ പറഞ്ഞതനുസരിച്ച് ഈ പരാതിക്കാരുമായി ഗവൺമെന്റ്മാർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ വിരോധമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷ മുൻനിർത്തി മാത്രമാണ് ഇവർ ഇടപെട്ടത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനടുത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ജീവൻ അപായപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ആ ശ്രമത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടത്. ഇവരെ അക്രമാസക്തമായിരുന്നതുകൊണ്ട് മാത്രം ഇവരെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അല്ലാതെ ഇവരെ മർദ്ദിക്കുകയോ മറ്റു തരത്തിലേക്ക് എന്തെങ്കിലും തരത്തിലേക്ക് ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിചിത്രവാദമാണ് എന്തായാലും ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ അന്ന് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടിയതാണ്, വലിയ വിമർശനങ്ങൾ നേടിയതാണ്. പക്ഷേ അത്തരത്തിൽ ദൃശ്യങ്ങളില്ല എന്നുള്ള ഒരു വിചിത്രവാദമാണ് ഇപ്പോൾ പോലീസ് മുൻപോട്ട് വെക്കുന്നത്. സേതുലക്ഷ്മി. ശരി മനീഷ്, പൂച്ചട്ടി അടക്കം ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച് മൃതപ്രായരാക്കിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ക്രൈംബ്രാഞ്ചിനാവട്ടെ ഇന്നത്തെ കുതിരപ്പവൻ. ഈ ദൃശ്യങ്ങൾ എന്താണെങ്കിലും മാധ്യമങ്ങൾ ആരും സമർപ്പിച്ചിട്ടില്ല എന്നാണോ മനീഷ് പറയുന്നത്? ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൃശ്യമാധ്യമങ്ങളോടെല്ലാം തന്നെ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ദൃശ്യമാധ്യമങ്ങൾ ആരും നാളിതുവരെ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ആലപ്പുഴയിൽ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയോ അവരെ നിരാകരിക്കുകയോ ചെയ്തതായിട്ട് തെളിവുകളൊന്നും തന്നെയില്ല. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോഴും അങ്ങനെ ആരോടും ആവശ്യപ്പെട്ടതായി അറിവുമില്ല. പക്ഷേ പോലീസ് പറയുന്നത് ഈ രേഖാമൂലം തന്നെ ഈ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നു. അതായത് ദൃശ്യമാധ്യമങ്ങളോട് ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നാളിതുവരെ ആരും തന്നെ ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ് ഈ അന്തിമ റിപ്പോർട്ടിലുള്ള ഒരു വിചിത്രവാദം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോട് ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയോ അവരത് നിരാകരിക്കുകയോ ചെയ്തതായിട്ടുള്ളതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരം തെളിവുകളൊന്നും തന്നെ ലഭ്യമാക്കിയില്ലെങ്കിലും അവർ പറയുന്നത് ആവശ്യപ്പെട്ടു, പക്ഷെ ആരും നൽകിയില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു ആവശ്യപ്പെടലോ അത് മനഃപൂർവ്വം നൽകാതിരിക്കലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സേതുലക്ഷ്മി. ശരി മനീഷ്, എന്താണെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ വാദങ്ങളെല്ലാം വളരെ വിചിത്രമാണ്. അത് പല സംഭവങ്ങളിലെയും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ആണ് നടന്നതെല്ലാം രക്ഷാപ്രവർത്തനമാണ് എന്ന് അറിയിച്ചുകൊണ്ടിപ്പോൾ ക്രൈംബ്രാഞ്ച് അടക്കം ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. ADGPക്കെതിരെ ഇത്രയും ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടും അതൊന്നും ഇനിയും ശരിയാക്കിയിട്ടേ. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് പ്രേക്ഷകർ. അടിച്ച് തല പൊട്ടിച്ചു എടുത്തോന്നേ ഉള്ളൂ. സൂക്ഷിച്ചോ. അവരെ പിടിച്ചോണ്ട് നിൽക്കട്ടെ.
മനീഷ്, നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിലൂടെ ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇതിപ്പോ ഏതെങ്കിലും ഒരു മാധ്യമത്തോട് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നൊരു വിശദീകരണം അത് ഒരിക്കലും അംഗീകരിക്കുക അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഈ നടന്നിട്ട് അധികം സമയമായിട്ടില്ല. ഏത് മാധ്യമത്തോട് ചോദിച്ചാലും ഈ ദൃശ്യങ്ങൾ കൊടുക്കേണ്ടതാണ്. തീർച്ചയായും സേതുലക്ഷ്മി, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങൾ നൽകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആ ദൃശ്യങ്ങൾ നൽകുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് യാതൊരു സങ്കോചവുമില്ല. എല്ലാ മാധ്യമങ്ങളിലും അന്ന് ഇത് ലൈവായി തന്നെ പോയിട്ടുള്ളതാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറഞ്ഞത്. മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും അതിൽ നിന്നും ഈ മർദ്ദനത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം ഈ ഗൺമാന്മാരായിട്ടുള്ള ഇരുവരും മുഖ്യമന്ത്രിയുടെ വാഹനത്തിനെ ആക്രമിക്കാൻ എത്തിയ അക്രമികളെ കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ഒരു മർദ്ദനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപദ്രവമോ അവരെ നടത്തിയിട്ടില്ല എന്നുള്ളൊരു വാദമാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഈ കാരണം മുൻനിർത്തി തന്നെ ഈ കേസ് ഇനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതില്ല, ഇതിവിടെ ഉപേക്ഷിക്കാമെന്നും അവർ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും വിചിത്രം എന്ന് പറയുന്നത് ദൃശ്യമാധ്യമങ്ങളോട് ഔദ്യോഗികമായി തന്നെ ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ആരും മനീഷ് തുടരുക. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അടിച്ച് ഇഞ്ചപ്പരിവമാക്കിയിട്ട് ഇതൊന്നും കണ്ടിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ശരി, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും ടെലിഫോണിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനീഷ്, തുടരാം. സേതുലക്ഷ്മി, Z+ കാറ്റഗറി സുരക്ഷാ കവചമാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ നവകേരള യാത്രയ്ക്കും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് അടുത്തെത്തുന്നവരെ തടയേണ്ടതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ്മാർക്കുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ കരിങ്കൊടിയും മുദ്രാവാക്യവുമായി പാഞ്ഞെടുത്തവർ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുക അല്ലെങ്കിൽ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ വാഹനത്തിനടുത്തേക്ക് പാഞ്ഞടുത്തതെന്നും അത് തടയുക എന്നുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം മാത്രമാണ് ചെയ്തത് എന്നുമുള്ളതാണ് പറയുന്നത്. അതായത് ഈ കരിങ്കൊടിയും അതുപോലെ തന്നെ മുദ്രാവാക്യവുമായി എത്തിയവർ ഈ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയതെന്ന് പോലുമുള്ള ഒരു വാദമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരം എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞതാണ്. ഈ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതിന് കാരണങ്ങൾ നിർത്തുന്നതും വിചിത്രമാണ്. അതായത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ തുടർന്നാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് ദൃശ്യമാധ്യമങ്ങളോട് മനീഷ്, തുടരുക. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമുക്കിപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിന് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിശദീകരണം. താങ്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? യഥാർത്ഥത്തില് ദൃശ്യം എടുത്തതും പോലീസ്, ദൃശ്യം ഒതുക്കിയതും പോലീസ്, തല്ലിയതും പോലീസ്. പിന്നെ എന്ത് നീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? മലയാള ഭാഷ അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ഇത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ആ കാലഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങളിലും വളരെ നന്നായി വന്നതാണ്. ഇത്രയും ഉണ്ടായിട്ടും ഈ ദൃശ്യം ഇവർക്ക് ലഭ്യമില്ലെങ്കിൽ പിന്നെ ഈ പോലീസ് എന്തിനാ? പോലീസ് കേസ് ഒതുക്കാൻ വേണ്ടിയാണോ പോലീസ്? അധികം നീതി നടപ്പാക്കാൻ വേണ്ടിയാണോ? സ്വാഭാവികമായും ഒരു കാട്ടുനീതി നടപ്പാക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ശ്രീ തിരുവഞ്ചൂർ, മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇതൊരു രക്ഷാപ്രവർത്തനം തന്നെ എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെയും വിശദീകരണം വന്നിരിക്കുന്നത്. മുൻ ആഭ്യന്തരമന്ത്രിയാണ് എന്ന നിലയിൽ താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, ഈ ഒരു പ്രതികരണത്തെ? ഇത് ആഭ്യന്തര വകുപ്പിന്റെ സിസ്റ്റം അനുസരിച്ച് യാതൊരു ബന്ധവുമില്ല. ഇത് നാട്ടുനീതിയല്ല, കാട്ടുനീതിയാണ്. ആ കാട്ടുനീതിയുടെ സംസ്കാരത്തോട് നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. പച്ചക്കള്ളം മനുഷ്യന്റെ മുമ്പിൽ പടച്ചുണ്ടാക്കുന്നത് എന്ത് നീതി എന്ന് അതിനെ പറയാൻ പറ്റുക? അതുകൊണ്ട് അതിനൊന്നും ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതൊരു കാരണവശാലും കേരള പോലീസിന്റെ ക്രെഡിബിലിറ്റി ജനങ്ങൾ വിശ്വസിക്കില്ല. കള്ളത്തരത്തിന്റെ ഏറ്റവും അങ്ങേയറ്റാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ പ്രതികരിച്ചതിന്. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു
ക്രൈംബ്രാഞ്ച് അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ മാധ്യമപ്രവർത്തകരോടടക്കം ആവശ്യപ്പെട്ടിട്ടും അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. അത് ഒരിടത്ത് പറഞ്ഞു വെക്കുന്നു. അതിനൊപ്പം തന്നെ പല മാധ്യമങ്ങളോടും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം പോലും ഈ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ നൽകിയിട്ടില്ല എന്നൊരു വിചിത്രവാദമാണ് ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ എന്താണെങ്കിലും ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർ ഇപ്പോൾ ഈ സ്ക്രീനിൽ കൂടി കാണുന്നുണ്ട്. മനീഷ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. മനീഷ്, നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പിന് എന്താണ് സംഭവിക്കുന്നത്? കാരണം ഈ തുടരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വിവരങ്ങളിലും മുഖ്യമന്ത്രി ഇപ്പോഴും പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തെ തന്നെ ഏറ്റവും മഹത്തരമായ പോലീസ് ഉള്ളത് കേരളത്തിലാണെന്ന് പറയുമ്പോഴും ഈ കേരളത്തിലെ പോലീസ് നടക്കുന്ന അനീതികൾക്കെതിരെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ലക്ഷ്മി, പോലീസ് പറഞ്ഞിരിക്കുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നുള്ളതാണ്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് കണക്കാക്കി ഈ കേസ് നിലനിൽക്കില്ലെന്നും ഇത് തള്ളണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ആവശ്യം. പക്ഷേ ഇതിൽ മനീഷ് തുടരുക. ഒരു സെക്കൻഡ് മനീഷ്, ഇപ്പോൾ തിരിച്ചു വരാം. നമുക്കിപ്പോൾ റിജിൽ മാക്കുറ്റി കൂടി ചേരുന്നുണ്ട്. ശ്രീ റിജിൽ, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ രീതിയിൽ അതിക്രൂരമായി മർദ്ദിച്ചിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് തെളിവില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതികരണം. ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. ാണല്ലോ കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്ന എല്ലാ തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും അതോടൊപ്പം തന്നെ സ്വജനപക്ഷപാതവും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന പോലീസ് കാണില്ല. ഇത്രയും ക്രൂരമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആലപ്പുഴയിലിട്ട് തല്ലി ചതച്ച പോലീസിന് ക്ലീൻ ചീട്ട് കൊടുക്കുന്ന നിലപാട് അത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും അത്രയും നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഗുണ്ടകളെയും ക്രിമിനലുകളെയും തെമ്മാടികളെയും കൂറ്റി വളർത്തുന്ന തെമ്മാടിക്കൂട്ടം നേതൃത്വം കൊടുക്കുന്ന ഒരു തെമ്മാടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊരു സമയത്ത് തർക്കമില്ല. ആ രൂപത്തിലാണ് കേരളത്തിന്റെ അവസ്ഥ. അല്ലാതെ കണ്ണും കാതും കാണുന്ന ആളുകൾക്കറിയാം ഇത്രയും ക്രൂരമായി തലതല്ലി പൊളിക്കുന്നത്. എന്നിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നവകേരള സദസ് എന്ന് പറയുന്ന ഈ കേരളത്തെ ആകെ മുടിപ്പിച്ച ഈ രാക്ഷസ സദസ്സ് നടത്തിയ പിണറായി വിജയൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഡിവൈഎഫ്ഐക്കാര് തലതല്ലി പൊളിക്കുമ്പോ, അവരെ ഹെൽമെറ്റ് കൊണ്ട് തല്ലുമ്പോ, അവരെ ചെടിച്ചട്ടി കൊണ്ട് തല്ലുമ്പോ അത് ജീവൻ രക്ഷാ മാർഗമാണെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ. അത് കേരള ജനങ്ങൾ അത് കനത്ത ശിക്ഷ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ കൊടുത്ത ശിക്ഷ ഉണ്ടായിട്ട് പോലും അത് മനസ്സിലാക്കാതെ ഇപ്പോഴും ഇതുപോലെയുള്ള ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുകയും ക്ലീൻ ചീട്ട് കൊടുക്കുകയും ചെയ്യുന്നത് അത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാൾക്കും സാധിക്കില്ല. അതാണ് കേരളത്തിന്റെ ദുര്യോഗം. ശ്രീ റിജിൽ, ഈ നവകേരള യാത്ര പ്രഖ്യാപിച്ച സമയം തൊട്ട് തന്നെ വിവാദമായിരുന്നു. ആ ബസ് മുതൽ തുടങ്ങിയ വിവാദമാണ്. അതിനുശേഷം പൂച്ചട്ടി കൊണ്ടടിച്ചു, അത് രക്ഷാപ്രവർത്തനമായി. ഇവരെ ഈ രണ്ടുപേരെ നമ്മൾ ഈ സ്ക്രീനിലൂടെ ആ ഫയൽ ദൃശ്യങ്ങൾ പ്രേക്ഷകത്തിലേക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലാത്തി കൊണ്ട് തല്ലാവുന്നതിന്റെ അങ്ങേയറ്റം തല്ലി അവരെ എടുത്തുകൊണ്ടാണ് പോയി ജീപ്പ് കയറുന്നത്. അത്രയും അവരെ അടിച്ച് മൃതപ്രായരാക്കി. പക്ഷേ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. മാധ്യമ സ്ഥാപനങ്ങളോട് ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പറഞ്ഞു, പക്ഷേ ആരും ഹാജരാക്കിയില്ല. ഇത് ഏത് മാധ്യമ സ്ഥാപനത്തോടാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നതും ആരാണ് ഹാജരാക്കാത്തതെന്നും ഉള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് പക്ഷേ വിശദീകരിക്കുന്നുമില്ല. യൂത്ത് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രതിഷേധം എങ്ങനെയായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. കണ്ണും കാതും ഉണ്ടായിട്ട് കാര്യമില്ല. നാട്ടിൽ നടക്കുന്നത് കാണണം. സ്വന്തക്കാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എന്ത് തോന്നിയവാസം നടത്തിയാൽ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ളതാണല്ലോ പിണറായി വിജയന്റെ നിലപാട്. അതാണല്ലോ PR വർക്കിന്റെ ഭാഗമായി ഇന്റർവ്യൂ കൊടുത്ത സ്ഥലത്തേക്ക് സംഘപരിവാറിന്റെ ഏജന്റുമാരായിട്ടുള്ള ഈ PR ഏജന്റുമാർ കടന്നു വരുമ്പോ അത് ഞാൻ അറിയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണല്ലോ. അപ്പൊ ആ രൂപത്തിലാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. ഈ നിങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസുകാരെ കണ്ണുകളുള്ള കേരളത്തിലെ മനസാക്ഷിയെ പോലും വേദനിപ്പിച്ചിട്ട് ക്രൂരമായ രംഗമായിരുന്നില്ലേ അത് ആ രംഗം മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം CPM-നെ ചട്ടുകമായി അധപ്പതിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു കാര്യം പറയാം, ഇതുപോലെയാണ് ഈ പോലീസ് പോകുന്നുണ്ടെങ്കിൽ ആ പോലീസിനെതിരായി അതിശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാവും. എല്ലാ കാലവും പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി ഇവരെ സംരക്ഷിക്കാൻ ഉണ്ടാകുമെന്ന് ഇത്തരം പോലീസുകാർ കരുതേണ്ട കാര്യമില്ല. ശക്തമായി ഇത്തരത്തിലുള്ള നെറികേടിന് ഇതുപോലെ തന്നെ നീതിരഹിതമായ പ്രവർത്തനം നടത്തുന്നവരെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ രജിൽ, ഈ ഭരണപക്ഷത്തിന്റെ ഒരു തണലുണ്ടെങ്കിൽ, ഭരിക്കുന്നവരുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ സംസ്ഥാനത്ത് എന്തുമാകാം എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടില്ലേ കാര്യങ്ങളൊക്കെ? കാട്ടിലെത്തടി തേവരടി ആന വലിയടാ വലി അതെല്ലാ മേഖലയിലുണ്ട്. അതാണല്ലോ നടക്കുന്നത്. ഇവിടെ നീതിയുണ്ടോ? ഇവിടെ ന്യായമുണ്ടോ? ഇവിടെ ഏകപക്ഷീയമായ സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ട് പണം ഉണ്ടാക്കാൻ നടത്തുന്ന ഒരു വേലയല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ BJP സംഘപരിവാറിനെ കൂട്ടുപിടിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ
സ്വന്തം മകള് ജയിലിലേക്ക് പോകാതിരിക്കാൻ കേരളത്തെ RSSന് തീരെഴുതി കൊടുക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ കുടുംബത്തിനെയും പാർട്ടിക്കാരായ ഗുണ്ടകളെയും സംരക്ഷിക്കാൻ എന്തു ചെയ്യും എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിലില്ലേ? 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ കൊലയാളികൾക്ക് കൊടുക്കുന്ന സംരക്ഷണം, അവർക്ക് ജയിലിൽ കൊടുക്കുന്ന സൗകര്യങ്ങള്, അതോടൊപ്പം കൊലയാളികളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങള് ഒക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പൊ CPMന്റെ പേര് പറഞ്ഞാൽ അവര് ഗൺമാൻ ആവട്ടെ, DYFIക്കാരനാവട്ടെ, എന്ത് തോന്നിവാസം ചെയ്താൽ ഇവിടെ നീതിയില്ല, ന്യായമില്ല, പോലീസില്ല, ഒന്നുമില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ മുന്നോട്ട് പോകുന്നത്. അത് എത്രത്തോളം മുമ്പോട്ട് പോകും പരിശോധിക്കേണ്ട കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഈ പോലീസ് കാണിക്കുന്ന ഈ നെറികേട്, ഇത്രയും ക്രൂരമായി കേരളത്തിലെ മനസാക്ഷിയുള്ളവരെ മുഴുവൻ ഞെട്ടിച്ച ഈ ക്രൂരകൃത്യം നടത്തിയ പോലീസുകാരന് ക്ലീൻ ചീറ്റ് കൊടുക്കാൻ ഒരു മനുഷ്യത്വമുള്ള ഒരു പോലീസുകാരന് സാധിക്കില്ല. സത്യമാണ്. P. ശശിയെ പോലെയുള്ള ഏറാമൂടികളാണല്ലോ ഇത് നിയന്ത്രിക്കുന്നത്. അയാളൊക്കെ ആരാണ്? കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കും എല്ലാം ഈ നാടിന് തീരെഴുതി കൊടുക്കുന്ന P. ശശിയെ പോലെയുള്ള ഈ പിന്നെ എന്താ അധമന്മാർ ഈ നാട് ഭരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതിനപ്പുറം വരും. സത്യമാണ്. ശ്രീ റിജിൽ, എന്താണെങ്കിലും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിഷയമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത്. ഈ സാധാരണ വാർത്ത വായിക്കുന്ന മാധ്യമ പ്രവർത്തകർ ആരുടെയും പക്ഷം ചേരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും വക്താക്കളായി മാറാൻ പാടില്ല എന്നാണ് മാധ്യമധർമ്മം. അങ്ങനെ തന്നെയാണ് വേണ്ടതും. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും, പാർട്ടി ചാനലുകളല്ലാത്തത് എല്ലാവരും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതൊക്കെ കാട്ടുനീതിയാണ്. കാരണം ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ്, ആഭ്യന്തര വകുപ്പ് ഈ ക്രൂരത, ഇത്രയും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ച് ഇഞ്ചപ്പരുവമാക്കി, അത് ഈ മാധ്യമങ്ങളിലൂടെ ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടിട്ടും അത് ഇനിയും കണ്ടില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കണ്ടിട്ടേ ഇല്ല ആ സംഭവമൊന്നും. രക്ഷാപ്രവർത്തനം എന്ന് അന്നേ പറഞ്ഞ് തള്ളിയതാണ്. പക്ഷേ പോലീസ് പോലും അത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഈ ക്ലീൻ ചിറ്റൊക്കെ കൊടുക്കുന്നത് സത്യമായും അത് കാട്ടുനീതി തന്നെയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വലിയൊരു പരാജയത്തിലേക്ക് പോകുന്നുവെന്ന് പറയാതെ വയ്യ. ശരി മനീഷ്.